Hello friends, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് യൂട്യൂബിൽ എങ്ങനെ നല്ല വൃത്തിക്ക് തംബ്നെയിൽ എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം വരുന്ന ബെൽ ഐക്കൺ നിങ്ങൾ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ ഒരു സബ്സ്ക്രൈബ് തന്നെ കമൻറ്റ് ഇട്ടായിരുന്നു എനിക്ക് എൻ്റെ ഒരു വീഡിയോയ്ക്ക്. അപ്പോൾ യൂട്യൂബിൽ നല്ല വൃത്തി തംബ്നെയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ഈ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ യൂട്യൂബിലൊക്കെ തംബ്നെയിൽ നല്ല വൃത്തിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇതുപോലുള്ള നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്നോട് ചോദിക്കാം, കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വല്ല വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും, അതിനൊരു വീഡിയോ ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ലൊരു കമൻറ്റ് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഹെൽപ്പ് വല്ലതും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന വീഡിയോ ആണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഹെൽപ്പൊക്കെ എന്നോട് ചോദിക്കാവുന്നതാണ് കമൻറ്റ് വഴി. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഇതാണ്. ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് നല്ല വൃത്തി തംബ്നെയിലൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നല്ല വൃത്തി ട്രോൾ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ പറ്റുന്നതാണോ? അതുകൊണ്ട് ഇവിടെ ആയിട്ടൊരു പ്ലസ് ഐക്കൺ കണ്ടോ? ആ പ്ലസ് ഐക്കണിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് ഇത് കാണിച്ചിട്ടുണ്ട് സൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈസ് സെലക്ട് ചെയ്യുക. സെലക്ട് ആയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലെത്തും. ഇവിടെ നമ്മൾ ആഡ് ഇമേജ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇമേജ് ആഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജ് ആഡ് ചെയ്യുകയാണ്. എഡിറ്റ് ചെയ്യാനുള്ള ഇമേജ് ആഡ് ചെയ്യാനാണ്, തംബ്നെയിൽ സെറ്റ് ചെയ്യാനുള്ള. അപ്പോൾ നമ്മളിവിടെ ആ ഒരു ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സെലക്ട് എന്ന് പറയുന്ന ബട്ടൺ വരും. അവിടെ നിങ്ങളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലെത്തും ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം, ഈ ഒരു ഫോട്ടോ നീക്കി താഴോട്ട് കൊണ്ടുവരിക. താഴോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ ഒരു ഐക്കൺ കാണുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു ഐക്കൺ കാണുന്നുണ്ട്. അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ ഇങ്ങനെ ആക്കുക. ഇങ്ങനെ ആക്കിയിട്ട് ഫുള്ള് സൈസ് കറക്റ്റ് അറ്റം വരെ എത്തിക്കുക. അറ്റം വരെ എത്തിക്കണം. നമ്മളല്ലാതെ ഫോട്ടോ ആഡ് ചെയ്യുമ്പോൾ അറ്റത്ത് എത്തത്തില്ല. അതുകൊണ്ട് നമ്മൾ നീക്കി അറ്റത്ത് എത്തണം. ഓക്കെ, അതിനുശേഷം നമ്മൾ താഴോട്ട് നീക്കി വരിക. നിങ്ങളിത് ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ ഇവിടെ ഒരു വാട്ടർമാർക്ക് കാണാൻ കഴിയും. ഇവിടെ വാട്ടർമാർക്ക് വരുന്നുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് വാട്ടർമാർക്ക് വരും. അത് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ് ഫ്രണ്ട്സ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഈ ഒരു ഫോട്ടോ ഇങ്ങനെ വരും. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് എഴുതുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്സ് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒത്തിരി ഫീച്ചർ വരും. അപ്പോൾ നമ്മൾ ഇവിടെ ആഡ് ടെക്സ്റ്റ്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഞാനൊരു വരി ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു വരി ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നോക്കിക്കോ, യൂട്യൂബിൽ നല്ല വൃത്തി തംബ്നെയിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് ആഡ് ചെയ്യരുത്. നമ്മൾ ജസ്റ്റ് നീക്കി കളയുക, എഴുതിയേക്കുന്നത് നീക്കി കളയുക. ഞാൻ യൂട്യൂബ് തംബ്നെയിൽ മാത്രം കൊണ്ടുവന്നിട്ട് ഇവിടെ ഇത്ര അടിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഡൺ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. അതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലെത്തും ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നീക്കി കൊണ്ടുവരും. ഇത് ഈ സൈഡ് കണ്ടോ, ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ഈ ഒരു സൈഡ് നമ്മൾ ടെസ്റ്റ് എഴുതി നീക്കി സൈസ് കുറയ്ക്കാനൊക്കെ ഉള്ളൊരു ഓപ്ഷനാണത്. നമ്മൾ ആ ഒരു ടെസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നീക്കി കൊണ്ടുവരിക. നീക്കി കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂമിങ് അത് നീക്കിയും വലുതാക്കിയും ചെറുതാക്കിയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ജസ്റ്റ് ഒന്ന് വലുതാക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ട് നീക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും ഫ്രണ്ട്സ്. ഇത് നല്ലൊരു ആപ്ലിക്കേഷനാണ്, തംബ്നെയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഇത്ര ഫ്രണ്ട്സ് ഇച്ചിരി നീക്കട്ടെ. അപ്പോൾ ഇത്ര സൈസ് എത്തിയാൽ എന്നിട്ട് ഇവിടെ ഒത്തിരി ഫീച്ചർ വന്നിട്ടുണ്ട്. നമ്മളെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പല സൈസ് രീതിയിലൊക്കെ ആക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഫ്രണ്ട്സ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് രീതിയിലുള്ളതൊക്കെ വരുന്ന ഞാൻ ഇതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഫ്രണ്ട്സ്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് വരും. കണ്ടോ, നല്ല വൃത്തിക്ക് യൂട്യൂബ് തംബ്നെയിൽ എന്നും പറഞ്ഞ് വരും. അപ്പം ഇതൊന്ന് എഡിറ്റ് ചെയ്യട്ടെ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ എഡിറ്റ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത്രയും പാടുണ്ട്. വീഡിയോ ഒരുപാട് ആയിക്കഴിഞ്ഞാൽ ആൾക്കാർ കാണത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ കളർ എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ ഫ്രണ്ട്സ്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കളർ വരും. നമ്മൾ എന്താണ് ഈ ഇവിടെ ഒരു ആരോ ചിഹ്നം കണ്ടോ, ആ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് താഴോട്ട് നീക്കി വന്നതിന് ശേഷം ഞാൻ എല്ലാത്തിനും മഞ്ഞയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മഞ്ഞ തന്നെ കൊടുക്കാൻ പോവുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിവിടെ മഞ്ഞയാണ് കൊടുക്കുന്നത്. മഞ്ഞ കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ കൊണ്ടുവരിക, മഞ്ഞയ്ക്കകത്ത് കൊണ്ടുവരിക.
ഓക്കെ, മഞ്ഞയ്ക്കകത്ത് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ ഓക്കെ ബട്ടൺ ഉണ്ട്. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ അതൊരു മഞ്ഞ കളറിൽ എഴുതി കാണിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ആ ഒരു നെയിമിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബ് തമ്പനയിൽ നിന്ന് എഴുതിക്കുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ താണ്ട് ഇവിടെ ഷാഡോ എന്ന് എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഫ്രണ്ട്സ്, ഷാഡോ. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ താണ്ട ഈ ഒരു ഇത് കണ്ടോ, ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കൂട്ടി കൊടുക്കുക, നീക്കി കൊടുക്കുക. നീക്കി കൊടുക്കുമ്പോൾ കണ്ടോ അതിൻ്റെ അറ്റത്തായിട്ട് നല്ല കളർഫുള്ളൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം നല്ല വൃത്തി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടെ താണ്ട് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടെസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ പേസ്റ്റ് ചെയ്ത് എന്നിട്ട് ഞാൻ യൂട്യൂബ് തമ്പനയിൽ നിന്നുള്ള സെറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വൃത്തിക്ക് സെറ്റ് ചെയ്യാം. അത് അതിൻ്റെ താഴെ എഴുതണം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഈ യൂട്യൂബ് തമ്പനയിൽ നിന്നുള്ള അടിച്ച് കളയുക. ഇങ്ങനെ എഴുതണം. ഫുള്ളായിട്ട് നമ്മൾ ഞാനിപ്പോൾ ഈ എഴുതിയേക്കുന്നുണ്ടോ, ഇത്രയായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പകുതിച്ച ടെസ്റ്റ് ആഡ് ചെയ്ത് എഴുതണം. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യണം. ഞാൻ കുറച്ച് ആഡ് ചെയ്യട്ടെ. സെറ്റ് വരെ നമുക്ക് നല്ല വൃത്തിക്ക് സെറ്റ് അവിടെ അത് മാത്രം എടുത്തിട്ട് നമുക്ക് വേണ്ട ജസ്റ്റ് ഇങ്ങോട്ട് നീക്കി വരിക. നീക്കി ഒന്ന് താഴെ ആഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. നല്ല വൃത്തി നമുക്ക് തമ്പനയിൽ എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടെസ്റ്റ് എന്ന് എടുത്തിട്ട് നമ്മൾ നല്ല വൃത്തിക്ക് സെറ്റ് അവിടം വരെ എഴുതിയിട്ടുണ്ട്. ഇനി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യാൻ പുതിയ ആപ്ലിക്കേഷൻ അത് നമുക്ക് താഴെ കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തിട്ട് അത് താഴെ എഴുതുക. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. നമുക്ക് നല്ല വൃത്തിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അധികം പേർക്ക് ഇത് അറിയത്തില്ല. അപ്പോൾ യൂട്യൂബേഴ്സിനാണ് ഇത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇത്രയേ ഉള്ളൂ. കാരണം നമുക്ക് നല്ല വൃത്തി തമ്പനയിൽ എഡിറ്റ് ചെയ്യാൻ കഴിയാവുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫോട്ടോ നമ്മൾ എഴുതിയേക്കുന്നതൊക്കെ നീക്കാനും അതുപോലെ തന്നെ സൂം കുറയ്ക്കാനുള്ള എല്ലാ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സേവ് ചെയ്യണമെങ്കിൽ എവിടെ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴെ കാണുന്ന ഇത് കണ്ടോ ഇത്രയും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് നീക്കി കൊടുക്കുമ്പോൾ താണ്ട് ഇവിടെ സേവ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, സേവ്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം ഫ്രണ്ട്സ്, താണ്ട് ഇവിടെ സേവ് ഹൈ ക്വാളിറ്റി താണ്ട് HD ആയിട്ട് നമുക്ക് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, HD ആയിട്ട് സേവ് ചെയ്യണം. അത് സേവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫ്രണ്ട്സ് ആ ഒരു ഫോട്ടോ സേവ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാലറിയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഗാലറി സേവ് ആയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ കഴിയുന്നത്. അപ്പോൾ താണ്ട് ഇവിടെ ഇച്ചിരി വെള്ള ഭാഗം വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ക്രോപ്പ് ചെയ്ത് കളയണം. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ സൈസ് എന്ന് പറയുന്നത് തമ്പനയിൽ സെറ്റ് ചെയ്യുന്നതാണ്ട് ഇവിടം വരെ ഉള്ളൂ. അപ്പോൾ ബാക്കി വെള്ളം വന്നിട്ടുണ്ട്, വെള്ള കളർ വരും അതിൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫോണിൽ തന്നെ ഉണ്ടല്ലോ എഡിറ്റ് ക്രോപ്പ് ഒക്കെ. അപ്പം ഞാൻ എൻ്റെ ഫോണിനകത്ത് എഡിറ്റ് ക്രോപ്പ് എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്, എഡിറ്റ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ആ ഒരു വെള്ള ഭാഗം ഞാൻ ക്രോപ്പ് ചെയ്ത് കളയുകയാണ്. കണ്ടോ. അപ്പോൾ ക്രോപ്പ് ചെയ്യണം. നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ ഇങ്ങനെ മേലോട്ട് വെള്ള കളർ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ക്രോപ്പ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് ആണ് യൂട്യൂബ് തമ്പനയിലിൻ്റെ സൈസ് ആയിട്ടുണ്ട്. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു തമ്പനയിൽ ഉണ്ടാക്കിയതാണ്. ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഈ ഒരു തമ്പനയിൽ ഉണ്ടാക്കിയത്. കണ്ടോ, നല്ല വൃത്തിക്ക് ഞാൻ ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നല്ല വൃത്തി നമ്മൾ തമ്പനയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു ആപ്ലിക്കേഷൻ നല്ല വൃത്തിക്ക് നമുക്ക് യൂട്യൂബിൽ തമ്പനയിലെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള യൂട്യൂബിൽ എങ്ങനെ വ്യൂസ് ഒരുപാടൊക്കെ ഒപ്പിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനെക്കുറിച്ചുള്ള ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ ഒരുപാടായിട്ടുണ്ട് വീഡിയോ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി. ഓക്കെ, ബൈ.